RSSന്റെ ശാഖയിൽ നിരന്തരം ലൈംഗിക പീഡനത്തിനിരയായതായി സാമൂഹിക മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ട ശേഷം കോട്ടയം കാഞ്ഞിരപ്പള്ളി എലിക്കുളം സ്വദേശിയായ 24-കാരൻ തിരുവനന്തപുരത്തെ ലോഡ്ജിൽ വ്യാഴാഴ്ച വൈകിട്ട് തൂങ്ങി മരിക്കുന്നു. IT പ്രൊഫഷണലായ മിടുക്കനായ യുവാവ് ഇൻസ്റ്റഗ്രാം പോസ്റ്റിലാണ് RSSനും ചില നേതാക്കൾക്കുമെതിരെ ഗുരുതര ആരോപണമുയർത്തി ആത്മഹത്യ ചെയ്യുന്നത്. സെപ്റ്റംബർ 14-ന് തമ്പാനൂർ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ അനന്തു സജിയുടെ അവസാനത്തെ ആത്മഹത്യാ കുറിപ്പ് എന്ന രീതിയിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്ന വീഡിയോ ഇന്നലെ വലിയ രീതിയിൽ ചർച്ചയാവുന്നു. ആത്മഹത്യാക്കുറിപ്പ് ഇൻസ്റ്റഗ്രാമിൽ ഷെഡ്യൂൾ ചെയ്ത ശേഷമാണ് അനന്തു മരണപ്പെടുന്നത്. മരണപ്പെട്ടു പോയ ഒരാൾ അയാളുടെ ആത്മഹത്യക്ക് മുൻപുള്ള മാനസിക അവസ്ഥയിലൂടെ ആ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന അവസ്ഥയ്ക്ക് അതിഭീകരമാണ്. മനുഷ്യത്വമുള്ള ആർക്കും കണ്ടിരിക്കാൻ സാധിക്കാം. നമ്മുടെ ഉള്ളിലൊരു ഒരു വിമിഷ്ടം വരും ആ വീഡിയോ കണ്ടു തീർക്കുമ്പോഴേക്കും. കഴിഞ്ഞ 1.5 വർഷമായി താൻ തെറാപ്പി എടുക്കുന്നു. 6 മാസമായി 7 തരത്തിലുള്ള ഗുളികകൾ അത് കഴിച്ച് മെഡിക്കേഷൻ എടുക്കുന്നു. കടുത്ത വിഷാദം ബാധിച്ച താൻ മരുന്നുകൾ കഴിക്കുന്നതിൽ മാത്രമാണ് ജീവിച്ചിരിക്കുന്നത്. താനൊരു റേപ്പ് വിക്ടിമാണ്. തനിക്ക് 3 വയസ്സുള്ളപ്പോൾ മുതൽ റേപ്പ് ചെയ്യപ്പെട്ടു. അതിലൂടെ തനിക്ക് OCD ഉണ്ടായി. അബ്യൂസ്ഡ് ആയി എന്ന് മനസ്സിലായത് കഴിഞ്ഞ വർഷം മാത്രമാണ് എന്ന് അനന്തു സംസാരിക്കുന്നുണ്ട്. തന്നെ അബ്യൂസ് ചെയ്തയാൾ കല്യാണം കഴിച്ച് സുഖമായി താമസിക്കുന്നുവെന്നും സെറ്റിൽഡ് ആയെന്നും അയാൾക്ക് ഇതൊന്നും അറിയേണ്ട എന്നും 3-4 വയസ്സുള്ളപ്പോൾ മുതൽ ലൈംഗിക ചൂഷണത്തിനായി ഇരയാകുന്നു. അമ്മയോടും പെങ്ങളോടുമുള്ള സ്നേഹം കൊണ്ടാണ് ഇത്രയും നാൾ ജീവിച്ചത്. പക്ഷേ അവർക്ക് നല്ലൊരു മകനോ സഹോദരനോ ആകാൻ പറ്റിയില്ല. പല സ്ഥലത്തു നിന്നും ചൂഷണം നേരിടേണ്ടി വന്നു. RSSകാരോട് ഇടപെടരുത്. ലൈംഗിക ചൂഷണം നടക്കുന്നുണ്ട്. RSS ക്യാമ്പുകളിൽ ശാരീരികവും മാനസികവും ലൈംഗികവുമായി ചൂഷണം ചെയ്യുകയാണ്. അതിനുള്ള തെളിവുകൾ ഇപ്പോൾ ഹാജരാക്കാനില്ല. ലൈംഗികമായി ചൂഷണം ചെയ്തത് നിതീഷ് മുരളീധരൻ എന്നയാളാണ്. എല്ലാവരുടെയും കണ്ണൻ ചേട്ടൻ എന്നയാൾ. നിതീഷ് മുരളീധരൻ തുടർച്ചയായി ചൂഷണം ചെയ്തുവെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അനന്തു വീഡിയോ അവസാനിപ്പിക്കുന്നത്. നോക്കൂ, RSS എന്ന് പറയുന്ന സംഘടന കഴിഞ്ഞ 100 വർഷമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. വലിയ രീതിയിലുള്ള സംഘടനാ സംവിധാനമൊക്കെയുള്ള ഹിന്ദു മതത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തീവ്ര വലതുപക്ഷ രാഷ്ട്രീയം പറയുന്നവർ മുതൽ ഇതൊരു പരിവാർ വിഭാഗമാണ്. അത്തരത്തിൽ നിരവധി ആളുകൾ നിരവധി ഇടങ്ങളിൽ RSSന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട്. RSS പോലെ ഒരു സംഘടനയിലേക്ക് ചെറിയ നാൾ മുതൽ കുട്ടികളെ ആകർഷിക്കാനും മതപഠനം നടത്തുവാനും RSSന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും ഒക്കെ ചെറിയ കുട്ടികളെ വിശ്വസിച്ച് മാതാപിതാക്കൾ പഠിപ്പിക്കാനും വിടാറുണ്ട്. RSS മാത്രമല്ല, ഇത്തരത്തിൽ ചെറിയ കുട്ടികൾ ചെന്നുപെടുന്ന പലയിടങ്ങളിലും വലിയ രീതിയിൽ ആൺകുട്ടികൾ അബ്യൂസ് ചെയ്യപ്പെടുകയും റേപ്പ് ചെയ്യപ്പെടുകയും ഇതൊന്നും ആരോടും പറയാൻ സാധിക്കാതെ അതിഭീകരമായ മാനസികാവസ്ഥയിലേക്ക് പോകാറുണ്ട്. ചില ആളുകൾ തുറന്നു പറയുന്നു, ചില ആളുകളെ നിശബ്ദരാക്കുന്നു, ചില ആളുകൾ തുറന്നു പറഞ്ഞതിലൂടെ ഒറ്റപ്പെടുന്നു. മാതാപിതാക്കൾ ഇത് പറയാൻ സമ്മതിക്കാതെ വരുന്ന അവസ്ഥകളൊക്കെയുണ്ട്. അതിഭീകരമാണത്. ഇതിൽ ഏറ്റവും പ്രധാനമായി അനന്തു പറയുന്ന കുറച്ച് വാചകങ്ങളുണ്ട്. അത് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഇതുപോലെ ഒരു അമ്മയെയും സഹോദരിയെയും ലഭിക്കാൻ പുണ്യം ചെയ്യണം. എനിക്കൊരു നല്ല മകനോ ചേട്ടനോ ആകാൻ കഴിഞ്ഞില്ല. പല സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ പീഡനത്തിനിരയായി. ആണുങ്ങളാണ് പീഡിപ്പിച്ചത്. ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും ഇടപഴകരുതാത്ത ചില ആളുകളുണ്ട്. അവരാണ് RSSകാർ. അവരുടെ ക്യാമ്പുകളിൽ ഭയങ്കര മോശമായ സാഹചര്യമാണുള്ളത്. ടോർച്ചറാണ് അവിടെ നടക്കുന്നത്. മെന്റലി, ഫിസിക്കലി, സെക്ഷലി അവർ അബ്യൂസ് ചെയ്യും. കുട്ടികളെയാണ് പീഡിപ്പിക്കുന്നത്. ഫിസിക്കലിയും അബ്യൂസ് ചെയ്യും. പലതും ചെയ്യും. തെളിവ് ചോദിച്ചാൽ നൽകാനില്ല. ഇത്ര വർഷം കഴിഞ്ഞാൽ എവിടെ തെളിവ്? ലൈഫിൽ ഒരിക്കലും RSSകാരനുമായി ഇടപഴകരുത്. പലർക്കും എന്റേതിന് സമാനമായ അനുഭവം നേരിടേണ്ടി വന്നു. ആരും തുറന്നു പറയാത്തതാണ്. എന്നെ പീഡിപ്പിച്ചയാൾ നിതീഷ് മുരളീധരനാണ്. ലൈഫ് ലോങ് പീഡിപ്പിക്കുന്നവർക്ക് പീഡിപ്പിച്ചു പോയാൽ മതി. അത് ജീവിതകാലം മുഴുവൻ അനുഭവിക്കണം. ഞാനൊരു വിധത്തിലാണ് ജീവിച്ചു പോകുന്നത്. ജീവിക്കാൻ കഴിയില്ല എനിക്ക്. ശരിക്കും മടുത്തു എന്നാണ് അനന്തു പറയുന്നത്. അനന്തുവിന്റെ വീഡിയോ നമുക്കിവിടെ പ്ലേ ചെയ്യാൻ സാധിക്കില്ല. അതൊരു സൂയിസൈഡ് നോട്ട് ആയതുകൊണ്ട് തന്നെ. എന്തായാലും അനന്തു കടന്നുപോയ മാനസികാവസ്ഥയിൽ ഏറ്റവും പ്രധാനമായും ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യം, 24-ാമത്തെ വയസ്സിലാണോ ഈ ചെറുപ്പക്കാരൻ താൻ അബ്യൂസ്ഡ് ആണ്, റേപ്പ് വിക്ടിം ആണ് എന്ന് മനസ്സിലായത് എന്നുള്ളതാണ്. അതിന് കൃത്യമായ ഉത്തരമുണ്ട്. എന്തുകൊണ്ടെന്നാൽ 24 വയസ്സ് വരെ അനന്തുവിനെ താൻ അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ വരുന്നുണ്ട്. കുട്ടിക്കാലത്തെ ലൈംഗിക പീഡനത്തിന് ഇരയായവർ വർഷങ്ങൾ മാനസിക പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടെങ്കിലും മുതിർന്നവരാകുന്നതുവരെ പീഡനം പൂർണ്ണമായി തിരിച്ചറിയുകയോ അത് പ്രോസസ് ചെയ്യുകയോ ചെയ്യാതിരിക്കുന്നത് സാധാരണമാണ്. ഈ തിരിച്ചറിയാനുള്ള കാലതാമസത്തിന് നിരവധി സങ്കീർണമായ മാനസിക ഘടകങ്ങളുണ്ട്. ഒരു ചെറിയ കുട്ടി അനന്തുവിന്റെ കാര്യത്തിൽ തന്നെ 3-4 വയസ്സുള്ളപ്പോഴാണ് ആദ്യമായി റേപ്പ് ചെയ്യപ്പെടുന്നത്. ഈ ദോഷകരമായ ലൈംഗിക പ്രവൃത്തിയെ ദുരുപയോഗം അല്ലെങ്കിൽ തെറ്റ് എന്ന് ശരിയായി മനസ്സിലാക്കാൻ ഈ കുട്ടികൾക്ക് സാധിക്കില്ല. അതിനുള്ള തിരിച്ചറിവ് അഥവാ കുട്ടിക്കാലത്തെ കൊഗ്നിറ്റീവ് ആൻഡ് ഇമോഷണൽ ബാരിയേഴ്സ് ഒരു പ്രശ്നമാണ്.
പ്രത്യേകിച്ച് ദുരുപയോഗം ചെയ്യുന്നയാൾ വിശ്വസ്തനായ ഒരു അയൽക്കാരനോ കുടുംബാംഗമോ ഒക്കെ ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നാട്ടിൽ പേരെടുത്ത് എല്ലാവർക്കും പരിചയമുള്ള ഒരു വ്യക്തിയാകുമ്പോൾ ഇയാൾ ഈ കുട്ടിയെ സ്നേഹിക്കുകയാണെന്നോ വാത്സല്യം കാണിക്കുന്നതാണോ എന്ന് മാത്രമായിരിക്കും കുട്ടിയെ പറഞ്ഞു ബോധിപ്പിക്കുക. കുട്ടിയുടെ നിശബ്ദത, അതായത് കുട്ടി ഇതൊന്നും തുറന്ന് പറയാതിരിക്കാൻ ദുരുപയോഗം ചെയ്യുന്നവർ പലപ്പോഴും ഭീഷണിപ്പെടുത്തും. വൈകാരികമായ കൃത്രിമത്വം അല്ലെങ്കിൽ കുറ്റബോധം ഈ കുട്ടിയിലേക്ക് അടിച്ചേൽപ്പിക്കും. മറ്റൊന്നാണ് ട്രോമാറ്റിക് അംനീഷ്യ അല്ലെങ്കിൽ ഡിസോസിയേഷൻ ഒക്കെ ഉണ്ടാവാറുണ്ട്. അതായത് ശരീരത്തിനോ മനസ്സിനോ ഏറ്റ മുറിവുകൾ ആഘാതത്തിനെതിരെയുള്ള ഒരു പ്രതിരോധ സംവിധാനം എന്ന നിലയിൽ കുട്ടിയുടെ മനസ്സ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ഓർമ്മകളെയോ അനുഭവങ്ങളെയോ തടയുകയോ വേർപെടുത്തുകയൊക്കെ മാനസികമായി ചെയ്തേക്കും. ഡിസോസിയേഷൻ എന്നറിയപ്പെടുന്ന ഈ സംവിധാനം അതിജീവിച്ചയാളെ വൈകാരികമായി ഒരു മരവിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ആ സംഭവം ഓർമ്മിപ്പിക്കാനോ പ്രോസസ്സ് ചെയ്യാനോ കഴിയാതെ വരികയും ചെയ്തേക്കാം. അനന്ത് ഇവിടെ വർഷങ്ങളോളം ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ അഥവാ OCD, വിഷാദം എന്നിവയിൽ വലയുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അനന്ത് തന്നെ പറയുന്നുണ്ട്, താൻ കഴിഞ്ഞ വർഷം മാത്രമാണ് തനിക്ക് എന്തുകൊണ്ട് OCD വന്നത് എന്ന ചോദ്യത്തിന് ഉത്തരമായി താൻ ചെറുപ്പത്തിൽ അബ്യൂസ് ചെയ്യപ്പെട്ടതിൽ നിന്നാണ് തനിക്ക് OCD വന്നത് എന്നുള്ളതാണ്. അതിജീവിച്ചയാൾക്ക് ഇവയുടെ ഒന്നും യഥാർത്ഥ കാരണം, അതായത് OCD വരുന്നതിന്റെയോ അല്ലെങ്കിൽ ഡിപ്രഷൻ വരുന്നതിന്റെ ഒന്നും അടിസ്ഥാന കാരണം മനസ്സിലാക്കാൻ പറ്റാതെ വന്നേക്കാം. OCD അടക്കമുള്ള കാര്യങ്ങൾ തിരിച്ചറിയാൻ പലപ്പോഴും പ്രായപൂർത്തിയാകുമ്പോൾ സംഭവിക്കും. പ്രത്യേകിച്ച് അനന്തു കഴിഞ്ഞ 1 വർഷത്തിന് മേലെയായി തെറാപ്പി എടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഒരു മുതിർന്ന വ്യക്തിക്ക് അവരുടെ ആഴത്തിലുള്ള മാനസിക വേദനയെ അഥവാ ക്രോണിക് OCD അല്ലെങ്കിൽ വിഷാദം പോലുള്ളവയെ അവരുടെ കുട്ടിക്കാലത്തെ വലിയ ഭീകരമായ ഇത്തരത്തിലുള്ള അവസ്ഥകളും സംഭവങ്ങളുമായി ബന്ധിപ്പിക്കാൻ സഹായിക്കുന്നത് പലപ്പോഴും ഒരു തെറാപ്പിയിലൂടെയാണ്. ഇത് യഥാർത്ഥത്തിൽ അവർ ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന പൂർണ്ണമായ തിരിച്ചറിവിലേക്ക് ഇവരെ എത്തിക്കുന്നുണ്ട്. ഈ തിരിച്ചറിയൽ നിമിഷത്തിലായിരിക്കും ഒരു പക്ഷേ അനന്തു ആത്മഹത്യയിലേക്ക് എത്തിപ്പെടുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാമൂഹികവും ലിംഗപരമായ നിരവധി തടസ്സങ്ങളുണ്ട്. താനൊരു പുരുഷനാണെന്നൊരു ചിന്ത അനന്തുവിനുണ്ട്. മാത്രമല്ല, താനത് തുറന്നു പറഞ്ഞാൽ താൻ പറയുന്നത് വിശ്വസിക്കാതിരിക്കപ്പെടുമോ എന്നൊരു ഭയം, സാമൂഹികമായി നേരിടേണ്ടി വരുന്ന അപമാനം, ആഴത്തിലുള്ള നാണക്കേട്, കുറ്റബോധം എന്നിവയൊക്കെ ഉണ്ടായേക്കാം. എന്തായാലും അനന്തു അജി കടന്നുപോയ സാഹചര്യം അത് ഭീകരമാണ്. മരണത്തിന് ശേഷമെങ്കിലും അനന്തുവിന് നീതി ലഭിക്കേണ്ടതുണ്ട്. കൃത്യമായ സമഗ്രമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഇവിടെ RSS എന്ന് മാത്രമല്ല, ഞാൻ സമീകരിക്കാൻ വേണ്ടി പറയുന്നൊന്നുമല്ല, RSSന്റെ ശാഖകളിൽ മാത്രമല്ല, മദ്രസകളിൽ ആയിക്കൊള്ളട്ടെ, കുഞ്ഞു മക്കൾ അവർക്ക് തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ ഇടപെടുന്ന പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഇത്തരത്തിലുള്ള നിരവധി ആളുകളിൽ നിന്നും, ഇത്തരത്തിലുള്ള സൈക്കോകളിൽ നിന്നും, സോഷ്യോപാത്തുകളിൽ നിന്നും ഒക്കെ പീഡനങ്ങളും ഒരു ചെറിയ സ്പർശനം മാത്രം മതിയാകും. ആ കുട്ടിക്ക് താല്പര്യമില്ലാത്ത ഒരു അവസ്ഥയിൽ ആ കുട്ടിയൊന്ന് അനാവശ്യമായി ഒന്ന് തൊടുക പോലും ചെയ്താൽ പോലും അത് യഥാർത്ഥത്തിൽ ഒരു അബ്യൂസാണ്. അതുപോലും തിരിച്ചറിയാൻ സാധിക്കാതെ വരുന്ന ചെറിയ കുട്ടികളെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്ന ധാരാളം ഉദാഹരണങ്ങൾ ഇവിടെയുണ്ട്. ഇവിടെ RSS ആണ് പ്രതിസ്ഥാനത്തുള്ളത്. ഒരു പക്ഷേ ആദ്യമായി ആയിരിക്കും RSS പോലൊരു സംഘടന ഇത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് ചെറിയ കുട്ടികളെ ഇത്തരത്തിലുള്ള വേദികളിലേക്കൊക്കെ അയക്കുമ്പോൾ തീർച്ചയായും ശ്രദ്ധിക്കണം. മാതാപിതാക്കളുടെ മേൽനോട്ടം വേണം. അതിന് കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. മദ്രസ അടക്കമുള്ള മേഖലകളിൽ കുട്ടികൾ അതിഭീകരമായ അബ്യൂസുകൾക്കും റേപ്പിനും ഒക്കെ ഇരയാക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ പലപ്പോഴും നമ്മളടക്കമുള്ള ആളുകൾ പറയുന്നത് അവിടെ CCTV വേണം, കുട്ടികൾക്ക് സുരക്ഷ വേണം, അവർക്ക് കൗൺസിലിംഗ് കൊടുക്കേണ്ടതുണ്ട്, അവരെ പഠിപ്പിക്കേണ്ടുന്ന അധ്യാപകർക്ക് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കണം, അവർ ടീച്ചേഴ്സ് ആയിരിക്കണം. അതൊക്കെ നമ്മൾ പറയാറുള്ളപ്പോഴും പലപ്പോഴും ഇതൊന്നും എങ്ങും എത്താതെ പോവുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോഴും ആവർത്തിക്കുകയാണ്, മദ്രസയിലെ പീഡനങ്ങളെ വെച്ച് അനന്തു അജി നേരിട്ടുപോയ പ്രശ്നങ്ങളെ ഞാൻ സമീകരിക്കാനോ നിസ്സാരവൽക്കരിക്കാനോ അല്ല ശ്രമിക്കുന്നത്. പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾ പഠിക്കണം. അത് RSS ആയാലും ശരി, അത് മറ്റേതെങ്കിലും ഒരു സംഘടനയായാലും ശരി, അത് തിരിച്ചറിയപ്പെടുകയും അത് പരിശോധിക്കുകയും അനന്തുവിന് പൂർണ്ണമായും അർത്ഥത്തിൽ മരണം സംഭവിച്ചു പോയെങ്കിലും അനന്തുവിന് നീതി ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും RSS ശാഖയ്ക്കെതിരെ അനന്ത് വിട്ട പോസ്റ്റിന് ശേഷം കോട്ടയം സ്വദേശിയായ ഈ നിതീഷ് മുരളീധരൻ എന്ന വ്യക്തി ഒളിവിൽ പോയതായാണ് സംശയിക്കപ്പെടുന്നത്. 2 ദിവസമായി അയാൾ നാട്ടിലില്ല. നിതീഷ് മുരളീധരന്റെ Facebook അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആരോപണ വിധേയനായ നിതീഷ് മുരളീധരനെയും RSS നേതാക്കളെയും ഒക്കെ കേന്ദ്രീകരിച്ച് പോലീസ് വിവരശേഖരണം നടത്തുന്നുണ്ട്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, കേരളം ഭരിക്കുന്നത് CPM ആണ്. CPMന്റെ പ്രതിപക്ഷ സ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടിയാണ് RSS. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ ഭരണകൂടം ഒരിക്കലും ഈ അന്വേഷണം അട്ടിമറിക്കില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. അനന്തു ലൈംഗിക പീഡനം നേരിട്ടിട്ടുണ്ടെന്നും ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്നും തങ്ങളോട് പറഞ്ഞതായി സുഹൃത്തുക്കളടക്കം പോലീസിന് മൊഴി നൽകുന്നുണ്ട്. അനന്തുവിന്റെ വാട്സപ്പ് ചാറ്റുകളും CDRും പോലീസ് വിശദമായി എന്തായാലും പരിശോധിക്കും. എന്തായാലും അനന്തുവിന് നീതി ലഭിക്കണം. അതേസമയം അനന്തു അജിയുടെ അസ്വാഭാവിക മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെ കുറിച്ച് സമഗ്രാന്വേഷണം നടത്തണമെന്ന് RSS ദക്ഷിണ കേരള കോട്ടയം വിഭാഗവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കണിശവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതിയും നൽകിയിട്ടുണ്ട്.
ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം RSS എന്ന് പറയുന്ന രാജ്യം ഭരിക്കുന്ന സംഘടനയാണ് പ്രതിസ്ഥാനത്തുള്ളത്. RSS എന്ന് പറയുന്ന സംഘടനയ്ക്ക് സ്വാഭാവികമായും വലിയ സ്വാധീനങ്ങൾ ഉപയോഗിച്ച് നിതീഷ് എന്ന് പറയുന്ന ഒരാൾ പ്രതിസ്ഥാനത്താണ് എങ്കിൽ അന്വേഷണത്തിനൊടുവിൽ അയാൾ കുറ്റക്കാരനാണെങ്കിൽ പോലീസ് അന്വേഷണത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ സ്വാധീനം ഉപയോഗിക്കരുത്. അങ്ങനെ വരുന്ന സമയത്ത് RSSും പ്രതിസ്ഥാനത്ത് ചേർക്കപ്പെടും. എന്തായാലും അനന്തു എന്നല്ല, അനന്തുവിനെ പോലെ ധാരാളം ആളുകൾ ഉണ്ട് എന്ന് അനന്തു തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ സമഗ്രമായ അന്വേഷണം ഇത്തരത്തിലുള്ള കുട്ടികളെ നേരിട്ട് മതം പഠിപ്പിക്കുന്ന ശാഖകളിൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. അത് പൂർണ്ണമായും അർത്ഥത്തിൽ നടപ്പിലാക്കിയാൽ മാത്രമാണ് അനന്തു എന്ന് പറയുന്ന ഒരാൾക്ക് നമുക്ക് കൃത്യമായി മരണത്തിന് ശേഷം നീതി ലഭ്യമാക്കി കൊടുക്കാൻ സാധിക്കും. അനന്തുവിന് ആദരാഞ്ജലികൾ.